Hi there, I'm Rani. Welcome to my YouTube channel Lesson of Life. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ പല ലെസൺസ് ആയിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ നമ്മൾ സർട്ടൻ ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്താണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് വളരെ എളുപ്പത്തിൽ മനസ്സിലാവുകയും പഠിക്കാനും സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ലെസണിൽ നമ്മൾ പഠിക്കുന്നത് വാസ് ഓർ വെയർ വിത്ത് WH ക്വസ്റ്റ്യൻസ്. അതായത് ക്വസ്റ്റ്യൻസിൽ വാസ് ഓർ വെയർ വന്നാൽ അതിനെങ്ങനെയാണ് ഈസി ആയിട്ട് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുന്നതെന്നാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ലെസണിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ലെസണിൽ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ്സ് WH ക്വസ്റ്റ്യൻസ്, അതിനോടൊപ്പം വാസ് ഓർ വെയറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ വാസ് ഓർ വെയർ വന്നാൽ നമ്മളുടെ ചേഞ്ച് ഹാഡ് ബീൻ എന്നാണ്. അപ്പോൾ നമ്മൾ ടേംസ് ഒന്നും നോക്കുന്നില്ല. അപ്പോൾ ഇതേപോലെ ക്വസ്റ്റ്യൻസ്, അതിപ്പോൾ വോട്ട്, വിച്ച്, വെയർ, വെൻ, ഹൂ, ഹൗ, ഇങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻ വേണം. ഇതിനെ നമ്മൾ WH ക്വസ്റ്റ്യൻസ് എന്ന് പറയും. ഇതിനോടുകൂടി വാസ് ഓർ വെയർ വരുന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ അതിനെ എങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുന്നതെന്നാണ് ഇന്നത്തെ ലെസണിൽ നോക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വാസ് ഓർ വെയർ വരുന്ന 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഹീ സെഡ് ഹൂ വെയർ ദേ ടോക്കിംഗ് ടു അറ്റ് ദി ഇവൻറ്റ്. അപ്പം ഹീ സെഡ് ആരോടൊന്നുമില്ല, വേണമെങ്കിൽ ഹി ആസ്ക്ഡ് മീ എന്ന് കൊടുക്കാം, അല്ലാതെ തന്നെ വേണമെങ്കിലും നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഹീ ആസ്ക്ഡ് മീ എന്നാണ്. ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് റിപ്പോർട്ടിംഗ് വെർബ് ആസ്ക്ഡ് എന്ന് വേണം. ഓക്കെ, അപ്പോൾ ഹീ ആസ്ക്ഡ് മീ. ഇനി നമുക്ക് കണക്റ്റിംഗ് വേർഡ് അത് തന്നെയാണ്, ഈ ക്വസ്റ്റ്യൻ വേർഡ് തന്നെയാണ്. സോ അത് എഴുതി കൊടുക്കുക, ഹൂ. നമുക്ക് വെയറിൻ്റെ ചേഞ്ച് അറിയാം, ഹാഡ് ബീൻ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ബട്ട് ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ ഈ ഹാഡ് ബീൻ കൊടുത്താൽ വീണ്ടും അതൊരു ക്വസ്റ്റ്യൻ ആവും അല്ലേ, നമ്മൾ വേറൊരു ക്ലാസ്സിൽ കണ്ടതാണ്. സോ ഹി ആസ്ക്ഡ് മീ ഹൂ, സബ്ജക്റ്റ് വരണം. സബ്ജക്റ്റ് ദേ എന്നുള്ളതിന് ചേഞ്ച് ഇല്ല. സോ ഹൂ ദേ. ഇനി എന്ത് വരണം? ഹാഡ് ബീൻ. ഇങ്ങനെ വരുമ്പോൾ ദേ ഹാഡ് ബീൻ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഫോം തന്നെയായി. ദേ ഹാഡ് ബീൻ ടോക്കിംഗ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഫോമാണ്. അപ്പം ഹാഡ് ബീൻ ടോക്കിംഗ് ടു അറ്റ് ദി ഇവൻറ്റ് ഉണ്ടോ. അപ്പോൾ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഹാഡ് ബീൻ സബ്ജക്റ്റ് കഴിഞ്ഞിട്ടേ വരാവുള്ളൂ. ഹാഡ് ബീൻ ഡേ എന്ന് വന്നാൽ അതാണ് കൂടുതലും കുട്ടികൾ വരുത്തുന്ന മിസ്റ്റേക്ക്. അങ്ങനെ എഴുതരുത്, അത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഹൂ ദേ ഹാഡ് ബീൻ ടോക്കിംഗ് ടു അറ്റ് ദി ഇവൻറ്റ്. ഇതിൽ നമ്മൾ ടെൻസ് നോക്കുന്നില്ല, നമ്മൾ വാസ് ഓർ വെയറിൻ്റെ ചേഞ്ച് മാത്രമേ നോക്കുന്നുള്ളൂ. അത് മതി. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് ഷീ സെഡ് ടു മീ വാട്ട് വാസ് ഹീ സേയിങ് അബൌട്ട് ദ പ്രൊജക്റ്റ്. സോ ഷീ സെഡ് ടു മീ എന്ന് തന്നെയുണ്ട്. സോ നമുക്ക് ഷീ ക്വസ്റ്റ്യൻ വേർഡ് എന്തായിരിക്കണം? റിപ്പോർട്ടിംഗ് വേർഡ് ഷീ ആസ്ക്ഡ് മീ. ഓക്കെ, അപ്പോൾ ഷീ ആസ്ക്ഡ് മീ എന്താണ്? വാട്ട്. ക്വസ്റ്റ്യൻ വേർഡ് എഴുതി കൊടുക്കുക. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് എന്താണ്? വാസാണ്. ഇവിടെ നമുക്ക് വേറായിരുന്നു, ഇവിടെ നമുക്ക് വാസാണ്. അപ്പം ഇതിൻ്റെ ചേഞ്ച് ഹാഡ് ബീൻ ഇപ്പോൾ കൊടുക്കാൻ പാടില്ല. സബ്ജക്റ്റ് ഹീ ആണ് അല്ലേ. അപ്പോൾ വാട്ട് ഹീ സബ്ജക്റ്റ് എഴുതി. ഇനി എന്ത് കൊടുക്കണം? ഹാഡ് ബീൻ. കണ്ടോ, വാട്ട് ഹീ ഹാഡ് ബീൻ saying about the project. ഇത്രയും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റി. സോ ഈ ഒരു ചേഞ്ച് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. വാസ് ഓർ വെയർ ക്വസ്റ്റ്യനിൽ വന്നാൽ അതെങ്ങനെ പ്ലേസ് ചെയ്യണമെന്നാണ് നമ്മൾ ഈ ലെസണിൽ മനസ്സിലാക്കേണ്ടത്. കാരണം സബ്ജക്റ്റ് ഏതാണോ, ഇപ്പോൾ ഇവിടെ നമുക്ക് ദേ തന്നെയാണ്, ദേക്ക് ചേഞ്ച് ഒന്നുമില്ല. അതാണ് ഞാനിങ്ങനെ എടുത്ത് എഴുതിയത്. സോ ഇവിടെ നമുക്ക് സബ്ജക്റ്റ് ഹീ ആണ് അല്ലേ. വാട്ട് ഹീ വാസ് സേയിങ് എന്നാണ് അവൾ ചോദിക്കുന്നത്. ഓക്കെ, എന്നെക്കുറിച്ചല്ലായിരുന്നു, അവൻ എന്താ പറയുന്നതെന്ന്. ഓക്കെ, അപ്പോൾ എനിവേ വാസ് ഓർ വെയർ ക്വസ്റ്റ്യനിൽ വന്നാൽ ഇങ്ങനെ വേണം പ്ലേസ് ചെയ്യേണ്ടത്. ആൻസേഴ്സ് ഇങ്ങനെ എഴുതിയാൽ വളരെ കറക്റ്റായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ 1-2 ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് വാസ് ഓർ വെയർ വെച്ച് 2
കോൺവെർസേഷൻ മോഡുള്ള ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓക്കെ, അപ്പം ജാക്കും റയാനും തമ്മിലുള്ള കോൺവെർസേഷനിൽ ഹു വാസ് പ്ലേയിങ് ദ പിയാനോ ആരാ ചോദിക്കുന്നത്? ജാക്ക് റയാനോട് ചോദിക്കുന്നു. അപ്പോൾ അത് നമ്മൾ എഴുതണം ജാക്ക് ആസ്ക്ഡ് റയാൻ. ദെൻ ഇവിടെ ജോൺ എറിക് തമ്മിലാണ്. അപ്പോൾ ജോൺ എറിക്കിനോട് ചോദിക്കുന്നു വാട്ട് വെയർ യു ഡൂയിങ് ലാസ്റ്റ് നൈറ്റ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് വാസിൻ്റെയും വേറിൻ്റെയും ചേഞ്ച് ഓർക്കുക. എന്ത് ചെയ്യണം? ഹാഡ് ബീൻ ആക്കുന്നതിന് മുമ്പ് അതെങ്ങനെ പ്ലേസ് ചെയ്യണമെന്ന് നോക്കുക. അപ്പം ജാക്ക് ആസ്ക്ഡ് റയാൻ. ഇനി ക്വസ്റ്റ്യൻ വേർഡ് ഹൂ. ഇനി വാസിൻ്റെ ഹാഡ് ബീൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഹൂ വാസ് പ്ലേയിങ് ദ പിയാനോ. ഓക്കെ, നമ്മൾ സബ്ജക്റ്റ് അല്ലെ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞ ഉടനെ സബ്ജക്റ്റ് കൊടുക്കണമെന്നാണ് പറഞ്ഞിരുന്നത് അല്ലേ. അപ്പോൾ ഈ ഹൂ വരുമ്പം ഏതാ സബ്ജക്റ്റ്? അപ്പോൾ ഇത് തന്നെയാണ്, ഇത് സബ്ജക്റ്റ് പ്രൊനൗണായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. സോ നമുക്കിവിടെ ഹൂ ഹാഡ് ബീൻ എന്ന് തന്നെ വരും. ഓക്കെ, ഹൂ വരുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ നൗണിന് പകരം നിൽക്കുന്നതാണ് ഇതെന്ന് പറയുന്നത് പ്രൊനൗൺസ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺ ആണ് ഹൂ. അതുകൊണ്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞ ഉടനെ സബ്ജക്റ്റ് കൊടുക്കാൻ ഇവിടെ ഇല്ലാത്തത്. ഓക്കെ, ഈ ഇങ്ങനത്തെ ടൈപ്പിൽ അത് ഹൂ തന്നെയായിരിക്കും സബ്ജക്റ്റ്. ഓക്കെ, ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡും ഇവിടുത്തെ സബ്ജക്റ്റും ഇത് തന്നെയാണ്. അപ്പോൾ ഹൂ ഹാഡ് ബീൻ പ്ലേയിങ് ദ പിയാനോ. ഓക്കെ, അടുത്ത വാട്ട് വെയർ യു ഡൂയിങ് ലാസ്റ്റ് നൈറ്റ് എന്ന് ജോൺ എറിക്കിനോട് ചോദിച്ചാൽ അപ്പം നമ്മളെങ്ങനെ എഴുതും? ജോൺ ആസ്ക്ഡ് എറിക് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ് വാട്ട് ഉണ്ട്. വാട്ട് ജോൺ എറിക്കിനോട് ചോദിക്കുമ്പോൾ സബ്ജക്റ്റ് അങ്ങോട്ട് ചോദിക്കുമ്പോൾ യു ആണ്. പക്ഷെ നമ്മൾ പറയുമ്പോൾ വാട്ട് ഹീ അല്ലേ, വാട്ട് ഹീ വേറെ എന്താക്കണം? ഹാഡ് ബീൻ. വാട്ട് ഹീ ഹാഡ് ബീൻ ഡൂയിങ്. നമുക്ക് ലാസ്റ്റ് നൈറ്റ് എന്താക്കണം? ദ പ്രീവിയസ് നൈറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ ദ പ്രീവിയസ് നൈറ്റിന് പകരം the night before, doing the previous night. ഓക്കെ, അപ്പം ആരോട് ചോദിച്ചു എന്നുള്ളിടത്ത് നമുക്ക് ജാക്ക് ആസ്ക്ഡ് റയാൻ ഫോർ ദ ഫസ്റ്റ് കോൺവെർസേഷൻ, സെക്കൻഡിൽ ജോൺ ആസ്ക്ഡ് എറിക്. ഓക്കെ, അപ്പോൾ ഇവിടെ മാത്രമാണ് നമുക്ക് ക്വസ്റ്റ്യൻ വേർഡും അല്ലെങ്കിൽ സബ്ജക്റ്റും ഒരുപോലെ വരുന്നുള്ളത്. ഹൂ വരുമ്പോൾ അങ്ങനെയാണ്. ഓക്കെ, ബാക്കി വോട്ട് വെച്ച് അങ്ങനത്തെയൊക്കെ വരുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വേർഡും ഉണ്ട്, സബ്ജക്റ്റ് സെപ്പറേറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഞാൻ എഴുതി തരാം. അതിൻ്റെ ആൻസർ നിങ്ങൾ കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 2 ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, കോൺവെർസേഷൻ മോഡല്ല. എന്ത് തന്നെയായിരുന്നാലും നമുക്ക് വാട്സ് ഓർ വെയർ വരുന്ന ക്വസ്റ്റ്യൻ ആണ് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ വെയറാണ്, രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ വാട്സ് ആണ്. അപ്പോൾ ഇത് രണ്ടും എന്നിരുന്നാലും നമുക്ക് ഹാഡ് ബീൻ എന്നാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എങ്ങനെ പ്ലേസ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യും. വീണ്ടും മറ്റൊരു ലെസണുമായിട്ട് കാണാം. സീ ഇൻ ദ നെക്സ്റ്റ് ലെസൺ. ബൈ.